സ്വന്തമായിട്ടൊരു ജട്ടി ഏറെ നാളായി കൊതിച്ചോര് സ്വന്തമായിട്ടിരിക്കട്ടെ ആന്റണി ജട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും ആന്റണി ജട്ടി ജട്ടി ജട്ടി. സുഹൃത്തുക്കളെ, വെട്ടിച്ചെറുതാക്കിയും ചെറുത് വലുതാക്കിയും വലുത് ചെറുതാക്കിയും കൊടുക്കുന്ന വിശ്വസ്ത സ്ഥാപനം ആന്റണി ജട്ടി. സമീപിക്കുക. ഏത് പ്രായത്തിലുള്ളവർക്കും ഇടാൻ പരുവത്തിനാക്കി കൊടുക്കുന്ന ഏറ്റവും വിശ്വസ്തതയുള്ള സ്ഥാപനം ആന്റണി ജട്ടി. ഞങ്ങൾക്ക് വെളിയിലേക്ക് നടക്കാൻ പറ്റുന്നില്ല. നാട്ടുകാർ മൊത്തം ചോദിക്കുന്ന ഏതാ ബ്രാൻഡ് എന്ന്. അതെ, ഏത് ജട്ടിയാണോ ഇത്? ആന്റണി ജട്ടി. പക്ഷെ നാണക്കേടായി കേസിലകത്ത് പോയി കിടക്കുന്നു. എന്റെ ദൈവമേ, ഇതിൽ മാത്രം എന്ത് മുൻജന്മ പാവം ഞങ്ങൾ ചെയ്തു. നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഇമാതിരി ജട്ടി കേസുകളെയൊക്കെ എടുത്ത് പാർട്ടി വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഞങ്ങൾ അറിഞ്ഞു ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ വിനയായിട്ട് വരുമെന്ന്. ആലോചിച്ച് നോക്കി, ജട്ടി കേസോ, ജട്ടി കേസ്. വല്ല പ്രതിഷേധം വന്നാൽ ജട്ടി ഉയർത്തിക്കൊണ്ട് അവന്മാര് വരും. മറ്റേ കോൺഗ്രസ് BJP കൂടി നാണക്കേട് തന്നെ. ഇതിലും വലിയ നാണക്കേട്. സെക്രട്ടേറിയറ്റിലോട്ടൊക്കെ ജട്ടിയും കൊണ്ടുവരുന്നത് പ്രതിഷേധം. ഞങ്ങളുടെ തറവാട്ടിൽ കേസായി. ലോകത്തിൽ ഇതുപോലൊരു നാറിയ കേസ് ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഞങ്ങളുടെ തറവാട്ടിൽ ജട്ടി ഇടാത്തവരെ പോലും അപമാനിക്കുന്നതായി പോയി അല്ലേടോ? ഞങ്ങളുടെ തറവാട്ടിൽ എല്ലാരും ഇടോ. ശരിയാ, ധൈര്യം ചോർന്നു പോവാതിരിക്കാൻ ഇട്ടായിരുന്നോ? നാട്ടുകാരെ ഒരു കാര്യം പറയാം. ആന്റണി ജട്ടിയാണോ? അത് നാട്ടുകാരെ ഞങ്ങള് ഒഴിവാക്കിയിട്ടുണ്ട്. വിജ്ഞാപനം ഇറക്കി പുറത്താക്കിയിട്ടുണ്ട്. ആന്റണി രാജുവിനെ പുറത്താക്കിയിട്ടുണ്ട്. ഇനി 6 വർഷത്തേക്ക് ആന്റണി രാജു എന്നല്ല, ഇപ്പൊ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്നത് ജട്ടി രാജു എന്നാ. അത് ഞങ്ങളുടെ പാർട്ടിയുടെ യാതൊരു മുറുക്കത്തിനും ആന്റണി ജട്ടി. ഞാനിവിടെ ജട്ടി ഉയർത്തി കാണിക്കാൻ കൊണ്ടുവന്നതാ. പിന്നെ എന്റെ ആത്മാഭിമാനം അതിന് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ കീറിയ ഒരു പീസ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. നിങ്ങളുടെ കളറാ ഈ തൊണ്ടി മുതൽ എങ്ങനെ നിങ്ങളുടെ കൈ വന്നു? അതാ നമുക്ക് ചോദിക്കാനുള്ളത്. ഈ തൊണ്ടി മുതലൊക്കെ നിങ്ങളുടെ കൈകളിൽ എങ്ങനെയേ വരുന്നത്? മാറ്റിപ്പോയി. ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അശ്ലീലം തന്നെ. നല്ല കാത് കളറാ. കോരിത്തരിച്ചു വരുന്നു. വല്ലവന്റെ മല ചട്ടി എടുത്ത് കീറാൻ എങ്ങനെ തോന്നി? നിങ്ങൾക്ക് നാണക്കേട്, നട്ടക്കേസ് തന്നെ. എന്നിട്ട് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതോ ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്നു വാർത്താ സമ്മേളനത്തിൽ പറയാം. അതൊക്കെ പണ്ടത്തെ കേസ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ആരോപണത്തിൽ പെട്ട ഒരാൾക്ക് എന്തിനാടോ നിങ്ങൾ സീറ്റ് കൊടുക്കാൻ പോയത്? അത് ജട്ടി കേസ്. ഇതൊക്കെ ചീള് കേസെന്ന് വിചാരിച്ച് വിട്ടത്. പക്ഷേ ഇത് അന്താരാഷ്ട്ര ജട്ടി കേസായി പോയി. ജയിലിൽ കിടന്ന് പറഞ്ഞേക്കണേ ഏതോ ഒരുത്തൻ്റെ അടുത്ത്. ഇതാ ഒരാൾക്ക് ഒരു നന്മ ചെയ്യാൻ പറ്റാത്തത്. എന്താ ജട്ടി മാറ്റി വെട്ടി ചെറുതാക്കിയതാണോ നിങ്ങൾ കാണിച്ച നന്മ? രക്ഷിച്ചതല്ലേ ഉടനെ. രക്ഷിച്ചത് ആരെയാണെന്ന് നിങ്ങൾ കേൾക്കണം. ഒരു മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട ഒരു അന്താരാഷ്ട്ര ക്രിമിനലിനെ. അത് ഞങ്ങൾ നല്ല ഉദാര മനസ്കരായ. അതെ, നിങ്ങളല്ലേ ഈ മറ്റേ മയക്കുമരുന്ന് കേസുകാർക്കും കള്ള് കച്ചവട കേസുകാർക്കും ഒക്കെ ആണല്ലോ നിങ്ങൾ ഉദാര മനസ്കത കാണിക്കുന്നത്. പുള്ളി എന്ന അഭിഭാഷകനായിരുന്നില്ലേ കോടതിക്ക് മുൻപിൽ ഈ കേസ് എങ്ങനെ വാദിച്ചടോ? നിക്കർ എന്നാ പറഞ്ഞത്, ജട്ടിന്നല്ല കേട്ടോ. ജട്ടി എന്ന് പറയുമ്പോഴേ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കണം. എനിക്കതല്ല, മനസ്സിലായോ സംഭവം എന്താണെന്നറിയാമോ? അതായത് കോടതിയുടെ തൊണ്ടി മുതൽ വെക്കുന്ന റൂമിനകത്ത് കയറിയിട്ട് അവിടുന്ന് ജട്ടി എടുത്ത്, അതായത് ഒരു ഓസ്ട്രേലിയക്കാരനായിരുന്നു അന്ന് പിടിക്കപ്പെട്ടത് മയക്കുമരുന്ന് കേസിൽ. അയാളെ രക്ഷിക്കാൻ അണ്ണൻ അങ്ങ് കാശ് മേടിച്ചിട്ട് അവനെ ഊരി കൊടുക്കണമല്ലോ. ഊരി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ അണ്ടർവെയർ ആയിരുന്നു തൊണ്ടി മുതലായിട്ട് അവിടെ ഇരുന്നത്. അണ്ടർവെയറിനകത്തൊക്കെ വെച്ചായിരുന്നു ഇത് കൊണ്ടുവന്നത്. അപ്പോൾ എന്നിട്ട് ആന്റണി രാജു തൊണ്ടി മുതൽ ഉള്ള കോടതിക്കകത്തുനിന്ന് തൊണ്ടി മുതൽ റൂമിനകത്തുനിന്ന് ഈ സാധനം എടുത്തിട്ട് ഈ സംഭവം അങ്ങ് ചെറുതാക്കി. എങ്ങനെ? ഞങ്ങളൊന്ന് ചെറുതാക്കി. എങ്ങനെ? ഇങ്ങനെ അങ്ങ് ചെറുതാക്കി. അതെ, ചെറുതായിട്ടൊന്ന് കുറച്ചു. എന്നിട്ട് കോടതിയിൽ കേസ് വാദിച്ചപ്പോൾ പറയുകയാണ്, ഈ കുഞ്ഞു പിള്ളേരുടെ ജട്ടി അയാൾ എങ്ങനെ ഇടും? അതിന്നെ ഇത്രയും ചെറുത് എങ്ങനെയാ മനുഷ്യനിടും? ഉദാര മനസ്കത കാണിച്ച് ഞങ്ങൾ സഹായിച്ചു, അത്രേ ഉള്ളൂ. ഇമാതിരി ജട്ടി കേസിനൊക്കെ നിങ്ങൾ നാണം ഉണ്ടോ? നിക്കറെന്ന് പറയൂ, ജട്ടി എന്ന് പറഞ്ഞ് അപമാനിക്കാതെ. കൊച്ചു പിള്ളേരുടെ ജട്ടി ആക്കിയിട്ട് കോടതിയിൽ നിന്ന് പറയുക ഈ ജട്ടി അതല്ല. അതെ, അതല്ല. അത് പിന്നെ പുള്ളി അന്ന് അഭിഭാഷകനായപ്പോ എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ആന്റണി രാജു ഒരു തയ്യൽക്കാരനും കൂടിയായിരുന്നു. ജട്ടി നിമിഷ നേരം കൊണ്ടാണ് വെട്ടി ചെറുതാക്കിയത്. അതെ, പുള്ളി അന്ന് അഭിഭാഷകനായിരുന്നു. എന്നിട്ട് പുള്ളി അഭിഭാഷകനാണെന്ന് പറഞ്ഞുകൊണ്ട് ജട്ടി വെട്ടി ചെറുതാക്കലാണോ അങ്ങനെയുടെ പണി? എന്നിട്ട് കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചു. അത് നിങ്ങൾ കേൾക്കണം. കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ച കേസാ. അത് ബുദ്ധിമാനായിരുന്നു. പിന്നെ ബുദ്ധിമാനായിരുന്നു.
ലോകമണ്ടൻ എനിക്ക് ഓടാം. അതൊക്കെ 30 വർഷം മുമ്പേയുള്ള കേസുകളല്ലേ? 30 വർഷം മുമ്പത്തെ ആണേലും ജട്ടി കേസ് കേസ് എന്ന് പറയൂ, കേസ് എന്ന് പറയൂ. വേണ്ട, നിക്കർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ. ഞങ്ങളുടെ പാർട്ടി ഒരു ജട്ടി കേസ് വരുന്നു നേരിടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഭയങ്കര നിക്കർ കുഴപ്പമില്ല. നിക്കർ പിന്നെ അന്തസ്സുണ്ട്. അല്ലെങ്കിൽ കളസം എന്ന് പറയൂ. ഞങ്ങൾക്ക് ഇത്തിരി ഞങ്ങൾ എന്തായാലും പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും പോരെ? ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്, വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. എന്ത് വിജ്ഞാപനം? ഇനി 6 വർഷത്തേക്ക് മത്സരിക്കാനും പറ്റൂല. അല്ലല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തണം, എന്നിട്ട് ജഡ്ജി ചിഹ്നത്തിൽ നിന്ന് നിർത്തി ജയിപ്പിക്കാം. ചിലപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്ത് നിൽക്കും. ഞങ്ങൾക്ക് ചിലപ്പോൾ കൊടുക്കും, ഞങ്ങൾക്ക് കൊടുത്തിരിക്കും. എന്ത് ചെയ്യും? ഒന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ ആഘോഷിക്കാൻ വേണ്ടി പിന്നെ എങ്ങനെ ആഘോഷിക്കാതിരിക്കും? ഇവിടെ നിങ്ങൾ അരി തേടില്ല. അങ്ങ് വീരവാദമായിരുന്നു ഈ കഴിഞ്ഞ ഇടവരെ ജട്ടിരാജു. അതായത് എനിക്കൊരു പുല്ലും വരാൻ പോകുന്നില്ല, ഞാൻ അതിനകത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ജട്ടി വെട്ടി ചെറുതാക്കിയിട്ട് അതും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടതിയുടെ റൂമിലിരുന്ന തൊണ്ടി മുതൽ എടുത്തോണ്ട് പോയി വെട്ടി ചെറുതാക്കി തുന്നി ചേർത്ത് പിള്ളേരുടെ ജട്ടിയാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട്. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് കോടതിയിൽ കയറി അത് ചെയ്തു എന്ന്. പുള്ളി അഭിഭാഷകനായിരുന്നു, നോട്ട് പോയിന്റ് കേട്ടോ. പുള്ളിന്റെ കേസായിരുന്നു, പുള്ളിയല്ലേ വായിച്ചത് അല്ലേ? അങ്ങനെയല്ലേ ആണെന്ന് തോന്നുന്നു, അറിഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ ആളെ പുറത്താക്കിയിട്ടുണ്ട്, ഞങ്ങൾ തടി ഊരിയിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കേസ് കാണിച്ച് ഞങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ടോർച്ചർ ചെയ്യാതിരിക്കും? ഈ ജട്ടി കേസിലൊക്കെ പെട്ട ആൾക്ക് എന്തിനാണോ നിങ്ങൾക്ക് സീറ്റ് കൊടുക്കുന്നത്? ഞങ്ങൾ ഒരു കുഞ്ഞു കേസിന് വിചാരിച്ചോളൂ ഇത്രയും വലിയൊരു സംഭവമായിട്ട് മാറുന്നു ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ എന്താ സ്വപ്നം കണ്ടോ? എനിക്കതല്ലേ എന്തൊരു നാറിയ കേസായത്. അത് നാട്ടുകാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചോദിക്കുന്നത് ഏതാ ബ്രാൻഡ് നാട്ടിൽ കേസായി പുറത്തിറങ്ങാൻ പറ്റും. VIP ആണോ ജോക്കി ആണോ? അല്ല, ഇതൊന്നും അല്ല, ആന്റണി ജട്ടി. ആന്റണി ജട്ടി. നിങ്ങൾക്ക് V സ്റ്റാർ നോക്കിയിരുന്നേച്ചാലും മതി. ജട്ടി കേസ്, സ്വർണ്ണക്കൊള്ള കേസ്, ശബരിമല കേസ്, മറ്റേ ചെമ്പിനകത്ത് സ്വർണം കൊണ്ടുവന്ന പരാതി വേറെ, ഈന്തപ്പഴത്തിന്റെ കുരുവിനകത്ത് കൊണ്ടുവന്നു എന്നുള്ള അപവാദം എല്ലാം നിങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. അതും എന്തെന്നാട്ടോ ഇത്? എന്നിട്ട് ജട്ടി കേസ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് മൊത്തത്തിൽ കണ്ടകശനിയാണല്ലോ ഇവ. 2026 തുടങ്ങിയപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു രക്ഷയില്ല. 2026 ഞങ്ങളൊന്ന് മെന പിടിക്കുമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് മെനയാവുന്നില്ല അശനെ. 2026 ശുഭം തന്നെ. ഇത്രയും വലിയൊരു അതെ. അതായത് പുള്ളിനെ അയോഗ്യനാക്കേണ്ടി വന്നു. അത്തരത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കും. കടകംപള്ളിയെ മാറ്റി നിർത്തേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പിന്റെ 7 അയല തടുപ്പിക്കത്തില്ല എന്നാണ് അറിഞ്ഞത്. അതെ, നേമത്തെ ഞങ്ങളുടെ വി ശിവൻകുട്ടീനെ മത്സരിക്കും കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഇന്നലെ മറ്റേ കല്യാളക്കി നിൽക്കുകയായിരുന്നല്ലോ. അതൊന്നും തീരുമാനിക്കുന്നത് വി ശിവൻകുട്ടി അല്ലാന്ന്. അതെ, മത്സരിക്കുട്ടി പറയുന്നത് എനിക്ക് മത്സരിക്കാൻ വയ്യെന്ന്. കാരണം പുള്ളിക്ക് പ്രായാധിക്യമാണല്ലോ. മാത്രം രാജീവ് ചന്ദ്രശേഖറാണ് ഇറങ്ങുന്നത്. വി ശിവൻകുട്ടി അല്ലാതെ ആരെ നടത്തും നമ്മള്? വീണ്ടും എവിടെയെങ്കിലും താമര വിരിഞ്ഞാലോ? ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, നിങ്ങളുടെ ചർച്ച ഇപ്പൊ ശൈലജ വേണമെന്നാണല്ലോ നിങ്ങൾക്ക്. ഞങ്ങൾക്ക് എല്ലാരെയും വേണം, എല്ലാവരും വേണം. മറ്റേ 2 ടേമൊക്കെ ഇപ്പൊ അങ്ങ് മാറ്റി വെക്കുക, കക്ഷത്തി വെച്ചിരിക്കുക. അത് എടുത്ത് മാറ്റുക, അതാണ് നല്ലതെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. നേരത്തൊക്കെ എന്ത് സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. അതെ, മറ്റേ 2 ടേം വ്യവസ്ഥ എടുത്ത് മാറ്റിയിട്ടും കടകംപള്ളിക്ക് ഒരു അവസരം കൊടുക്കുന്നില്ല. ശബരിമലയാണോ? പിന്നില്ലാതെ ആരോപണ വിധേയനായ വ്യക്തിയെ ഞങ്ങൾ മാറ്റി നിർത്തി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതും പിടിച്ച് കയറാനല്ലേ? അങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇതുവരെ കടകംപള്ളി തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. തള്ളി പറയണേ എന്തിനെ? തള്ളിപ്പറയും പുള്ളിയൊന്നും ചെയ്തില്ലല്ലോ. ഇനി മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോഴല്ലേ നിങ്ങൾ മറ്റേ പഴയതും പൊക്കിക്കൊണ്ട് വരുള്ളൂ. അതിനുള്ള അവസരം ഞങ്ങൾ തരില്ല. പേടിയല്ല, ജാഗ്രത. അതെ, നിങ്ങൾക്ക് ഞങ്ങൾ ഇനി ഇലക്ഷൻ ഇറക്കിയാൽ നിങ്ങൾ ആ ശബരിമല കേസും പൊക്കി വെച്ച് ഞങ്ങളെ തോപ്പിക്കാനല്ലേ? ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ കൊക്കിന് ജീവനുണ്ടെങ്കിലേ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ ആ കൊക്കിനെ കൊല്ലുമെന്നോ നാട്ടുകാർ പറയുന്നത്? കൊക്കിനെ കൊല്ലും. അത് BJP കോൺഗ്രസിനെ കൊക്കിനെ കൊല്ലും. കപ്പിത്താൻ തന്നെയാണോ നയിക്കുന്നത്? അതെ, പുള്ളി തന്നെയാണ് മുഖ്യമന്ത്രി. വീണ ജോർജിന് സീറ്റ് കൊടുക്കുന്നെന്ന് കേട്ടല്ലേ? വീണ്ടും സഭയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയല്ലയോ? ഞങ്ങൾ നോക്കി, ഞങ്ങളൊന്നും പോരെ, കിട്ടിയതൊന്നും പോരെ നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, മറ്റേ ഇവിടെ അപ്പുറത്ത് കോൺഗ്രസ്സുകാർ മറ്റേ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നെന്ന് പറയുന്നത് കേട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നോ? തോൽക്കിനോ, ചിന്താ ജെറോമിനോ, അല്ലെ വാഴക്കുള്ള ചിന്തയ്ക്കോ, രാഹുൽ മാങ്കൂട്ടത്തില് സീറ്റ് കൊടുക്കുന്നുണ്ടോ? അവസരം കൊടുക്കുന്നുണ്ടോ? അതെങ്ങനെ കൊടുക്കുന്നത്? അവര് മറ്റേ പുറത്താക്കിയ ആള് പറയാൻ പറ്റില്ല. കോൺഗ്രസ് ആണ് ചിലപ്പോ. അയ്യോ, നിങ്ങളെയാണ് പറയാൻ പറ്റാത്തത്. ഞങ്ങൾ ആർക്കും കൊടുക്കണം, നിർത്ത്. അതിനിടയ്ക്ക് എനിക്ക് 2 വർത്താനം പറയാനുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരോട്. ഇന്ന് രാവിലെ നേരം വെളുത്ത് TV ഓൺ ആക്കിയപ്പോഴത്തേക്ക് ദാണ്ടേ
വി ഡി സതീശന്റെ പ്രഭാത സവാരി, മറ്റേ KC വേണുഗോപാൽ ട്രെഡ്മില്ലിൽ കിടന്ന് അഭ്യാസം കാണിക്കുന്നു, രമേശ് ചെന്നിത്തലയുടെ സൂംബ ഡാൻസ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കായിക അഭ്യാസങ്ങൾ എല്ലാം PR വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവര്. അല്ല, നിങ്ങളുടെ ഈ കായിക അഭ്യാസം കണ്ടിട്ട് വേണോ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ? അവര് ഹെൽത്തിന്റെ നാളെ ഞങ്ങൾ ഇത് ചെയ്താലും നിങ്ങൾ ഇങ്ങനെ നിങ്ങളോടല്ലേ ചോദിക്കുന്നത്. പറയൂ, നിങ്ങളുടെ ഈ കായിക അഭ്യാസങ്ങൾ കണ്ടിട്ട് വേണോ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരാൻ? ശബരിമല വിഷയത്തെക്കുറിച്ച് രമേശ് ചെന്നിത്തല ഉയർത്തിവിട്ട ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പ്രതിഷേധം നടത്താൻ പോലും തയ്യാറാകാത്ത നിങ്ങളെ എന്ത് വിശ്വസിച്ച് നമ്മൾ അധികാരത്തിലെത്തി? പ്രതിഷേധം നടത്തിയല്ലോ. പറയൂ, അതിന്ന് വിവാദങ്ങൾ വന്നതിന് ശേഷമാണ് താൻ ഇവിടുത്തെയാണോ അപ്പുറത്തെയാണോ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം നടത്തിയത്? സംഭവം എന്താണെന്നറിയാമോ? രമേശ് ചെന്നിത്തല ആയിരുന്നല്ലോ ശബരിമലയിൽ ഒരു നിർണായക വെഴുത്തിരിവ് ഉണ്ടാക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അങ്ങനെ രമേശ് ചെന്നിത്തല ക്രെഡിറ്റ് കൊണ്ടുപോകണ്ട എന്ന് കരുതിയിട്ടാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ അത് ഏറ്റുപിടിക്കാതെ. കുശുമ്പ്, അസൂയ, പാളയത്തിപ്പട. രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. രമേശ് ചെന്നിത്തല ഇത്രയും വലിയ ഓളം ഉണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വാദിച്ചാലോ വി ഡി സതീശൻ പിന്നെ എങ്ങനെ മുഖ്യമന്ത്രിയാകുമോ? കഷ്ടം തന്നെ. ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാണ്. വീണ്ടും ഞാൻ അവരുടെ ആഭ്യന്തര വിഷയങ്ങൾ ഞാൻ അടിയാകെയുള്ളൂ. അതിനെക്കാട്ടും നല്ലത് ഞങ്ങളെ ജയിപ്പിച്ചു. ജെട്ടിയുടെ കാര്യം എങ്ങനെ നിങ്ങൾ പുറത്താക്കുവോ? ഇല്ല, പുറത്താക്കിയല്ലോ. വിജ്ഞാപനം ഇറക്കി ഞങ്ങൾ മാറ്റി നിർത്തി. മാറ്റി നിർത്തിയത് പൂർണ്ണമായിട്ടും തള്ളി പറഞ്ഞിട്ടില്ല. അല്ല, ജെട്ടിയുടെ നാട്ടുകേസ് മാറുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. ജെട്ടി 24 hours പറയണ്ട കേട്ടോ. ജെട്ടി നിക്കർ കേസ്, തൊണ്ടി മുതൽ മോഷണം, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ജെട്ടി അടിച്ചു മാറ്റി തിരികെ കൊണ്ടുവച്ച കേസ്, തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസ്, ജെട്ടി തൊണ്ടി മുതൽ സാഹിബിന്റെ തൊണ്ടി മുതൽ സാഹിബിന്റെ ജെട്ടി വരെ ഒരു കമ്മ്യൂണിസ്റ്റ്. നിങ്ങൾ ആഘോഷിച്ചോ? വല്ലപ്പോഴും വീണിട്ടുണ്ടതല്ലേ? ആഘോഷിച്ചോ? വല്ലപ്പോഴോ? ഇത് എത്ര കാലമായിട്ടുള്ള നാട്ടുകേസാണോ ഇത്? പിന്നെ സത്യം പറഞ്ഞ ഈ കോൺഗ്രസ്സുകാരെ പറയാൻ ഒന്നും ഇല്ല അല്ലേ? ഈ രാഹുലിന്റെ മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ ക്ലച്ച് പിടിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് അത് ഈ പുനർജനിയാണെങ്കിൽ ഒന്ന് പൊങ്ങി വരണതുമില്ല. പുനർജനിയിലൊന്ന് പിടിച്ചു തൂങ്ങാൻ പറ്റുന്നില്ല. വാർഷികപരമായ ചില കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കേണ്ടിയിരിക്കുന്നു. പുനർജനി അല്ലാതെ മറ്റെന്തെങ്കിലും ജട്ടി കേസ് പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് വരാം. അവരെങ്ങനെ നേരിടണമെന്ന് എനിക്കൊന്നും പാർട്ടി സെക്രട്ടറി ഏൽപ്പിച്ചേക്കും. എടുക്കാൻ തോന്നിയ ഒരു മനസ്സ്, ആന്റണിയുടെ ജെട്ടി എടുക്കാൻ തോന്നിയൊരു മനസ്സേ മാതിരി നാറ്റ കേസുകൾ. ജെട്ടി കേസ് ഒരിക്കട മൂട് കൊണ്ടുപോടോ, തന്റെ ജെട്ടി കൊണ്ടുപോടോ, ഒരിക്കട മൂട്. ഒലക്കട മൂട്.